ഈശ്വര, ഡോക്ടർ പറഞ്ഞാണല്ലോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരുവേ. എന്നിട്ട് ക്ലിനിക്കും പൂട്ടിയിട്ട് അയാൾ പോയി. നാളെയാണ് ഞായറാഴ്ചയോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതറിയാഞ്ഞിട്ടാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ആരെക്കൊണ്ടെങ്കിലും ഒന്നിത് നോക്കിക്കാം. ആ എൻ്റെ ഈശ്വര, ഇത് ആരെക്കൊണ്ടാ ഒന്ന് വായിപ്പിക്കുന്നത്? ആരെയും കാണുന്നില്ലല്ലോ. കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ എന്തൊക്കെ മാരിപ്പിരിപ്പുങ്ങളാ ആർക്കറിയാം. ആരെങ്കിലും ഒന്ന് കണ്ടിട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എന്താണ് കണ്ണ് കാണില്ല, നോക്കി നടക്കാണ് ഓരോന്നും മനസ്സിലാക്കാൻ. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഒരുത്തം വരുന്നുണ്ട്. ഇനിയൊന്ന് ഇത് വായിച്ചോടോ. ഇത് ഫുൾ ഇംഗ്ലീഷ് അല്ലേ? 4 തിരക്കായി പഠിപ്പ് പറ്റി എന്നോട് ഇത് വായിക്കാൻ പറഞ്ഞു. മോനെ ഒന്ന് നിർത്ത്. മോനെ ഒന്നിത് നോക്കിത്തരണേ. ഇത് ലേബർ റിസൾട്ട് ആണല്ലോ. നോക്കട്ടെ. പറയുമ്പോൾ ഇത് ലാബ് റിപ്പോർട്ടാണല്ലോ. ആ എല്ലാന്ന് ആയി ഷുഗർ ആണല്ലോ നിങ്ങൾക്ക്. 750 മുള്ള ഷുഗർ. 750 മുകളിലോ? പടച്ചോനെ, എന്താണ് ഈ കേൾക്കുന്നത്? പോരാത്തതിന് കൊളസ്ട്രോളും. ഇങ്ങനെ പോവുകയാണെങ്കിലേ ആള് തട്ടിപ്പോവും കേട്ടാ. നിങ്ങൾ നേരെ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോവുക, കാലും നീട്ടി കട്ടിലുമേലെ ഒരൊറ്റ കിടത്തം. പോരാത്തതിന് 2 പഞ്ഞി തന്നേക്ക്. അത് തീരുമാനിക്കേണ്ട നിങ്ങളല്ല, പടച്ചോനല്ലേ. ഇച്ചയാള് മുട്ട നിങ്ങൾ അറിഞ്ഞേക്കില്ല. അതിൻ്റെ മുമ്പേ എൻ്റെ മൂക്കിൽ പഞ്ഞി വെക്കുക നടക്കുന്നത്. എന്താ എന്താണ് എന്തെന്താ ഒരു ഒച്ച കേട്ടെ? എന്താ എന്താ ഒരു ബേജാറ്? എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞുമോനെ. ഇപ്പൊ 2 എണ്ണം ഒരു വണ്ടിമേൽ അങ്ങോട്ട് പോയിക്കില്ലേ, അതിനൊരു ടിപ്പർ ലോറി അടിച്ചിട്ട് ഒന്ന് ആർന്ന് തന്നെ പോയി. ഇനി ഒന്നിന്റെ കാര്യം കട്ട പോകയാ. ഇപ്പം പോയ 2 എത്തിയാളാ. ഇപ്പം പോയ 2 എണ്ണം. ഇവരെ പോക്ക് കണ്ടാ വിചാരിക്കും ദുനിയാവിന്റെ ഡ്രൈവർ പോലാന്നാ. എന്നോട് ഇപ്പൊ മൂക്ക് പഞ്ചി വെച്ചിട്ട് വെറുതെ പറഞ്ഞ എത്തിയാളാ. അറിയാ ഉള്ളു മനുഷ്യന്റെ കാര്യം. നാളെ എന്താ ആർക്കാ ഏടിയാ തിരിച്ചെന്ന് പഠിച്ചവന് മാത്രമേ അറിയൂ. ഇനി നടക്ക്. സുഹൃദക്ഷയം അല്ലാതെ എന്താ പറയാ.